ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കേക്കിലും ഏകദേശം ഇതുപോലൊക്കെയുള്ളൊരു ഡിസൈൻ ആയിരിക്കും കേട്ടോ. പിന്നെ പേരെഴുതുന്നതിനെ പറ്റി എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരെഴുതാൻ പ്രത്യേകിച്ച് ടിപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇതുപോലെ തന്നെ റൈറ്റിംഗ് എഴുതി പഠിച്ചിട്ടാട്ടോ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ക്രംസിൻ്റെ ടോപ്പിലായിട്ട് എഴുതിയപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി. ആ ഒരു എഴുതിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ക്രംസ് വന്ന് നമ്മുടെ ലെറ്ററിൻ്റെ മേളിലോട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മാറ്റാൻ തുടങ്ങിയപ്പോഴത്തേന് ആ ഒരു ലെറ്റർ ഫുള്ളായിട്ട് ഇങ്ങി പോരുന്നു. അപ്പോൾ ക്രംസിൻ്റെ മേളിലായതുകൊണ്ടാട്ടോ ഇങ്ങനെ പറ്റിയത്. അപ്പം നമ്മുടെ ക്രീം നന്നായിട്ട് ലൂസാക്കിയിട്ട് ക്രംസിൻ്റെ ടോപ്പിൽ എഴുതി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരത്തില്ല. നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. ഈ ഒരു കേക്ക് ഓഫർ അറിയാതെ തന്നെ വിളിച്ച ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മുവായിരുന്നു കേക്കിന് എനിക്ക് ഓർഡർ തന്നത്. അപ്പോൾ എന്നോട് വേറെ എന്തോ ഒരു ഫ്ലേവർ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുപോലെ റെഡ് വെൽവെറ്റിന് ഓഫറുണ്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ചേച്ചി എനിക്ക് അതെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.